കുട്ടികളെ നല്ല അടിപൊളി റൈഡായത് അറിയാലോ. ഈ ഒരു ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ ടൂർ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോകുക. എല്ലാരും തല്ലുകൂടാതെ എൻജോയ് ചെയ്ത് കളിക്കണേ. ടീച്ചറെ കണ്ടിട്ട് തന്നെ അടിപൊളി സ്ലൈഡാ, പക്ഷേ ഇത് വെള്ളത്തിലേട്ടല്ലേ വീഴുന്നേ. പേടിക്കണ്ട പിങ്കി, ഇതേ നോക്കിയേ ഒട്ടും ആഴയില്ല. നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ മാത്രം കയറിയാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ഈ പാർക്കിൽ വേറെ നല്ല റൈഡുകളൊക്കെ ഉണ്ട്. ഞാനും പുഷ്പാന്റിയും കൂടി പോയി നോക്കിയിട്ട് വരാം. ഇതിൽ കയറാൻ താല്പര്യമുള്ളവർ ഇതിൽ കയറ്. നമുക്ക് ആദ്യം കയറാം പിങ്കി. രാവിലെ എണീറ്റപ്പോ മുതൽ ശ്രദ്ധിക്കുക. എന്താ ടീയ കുട്ടി നിന്റെ മുഖത്തിൽ ഉറക്ക ക്ഷീണം? നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? അയ്യോ ടീയ കുട്ടി, AC പ്രേതത്തിന്റെ കാര്യം ഇവർ അറിഞ്ഞെന്നാ തോന്നുന്നേ. മിണ്ടാതിരടി പിങ്കി. നീ ആരടി നീതു മോളെ എന്റെ മുഖത്ത് ക്ഷീണം ഉണ്ടോ നോക്കാനായിട്ട്? ഞാനേ ഇന്നലെ എന്റെ മമ്മി ബുക്ക് ചെയ്ത് AC റൂമിൽ കിടന്ന് അടിപൊളിയായിട്ട് ഉറങ്ങി. എന്ത് രസമായിരുന്നോ. ഉറക്കം കൂടിയതിന്റെ പ്രശ്നം എന്റെ മുഖത്ത്. അല്ലാതെ നിങ്ങളെപ്പോലെ 5-6 പേര് അടുങ്ങിക്കിടന്നല്ല ഞങ്ങൾ ഉറങ്ങിയത്. ഈ ചേച്ചി പറയാ, ഈ ചേച്ചി ഇല്ലേ ഞങ്ങളുടെ റൂമിൽ കിടന്ന് ഉറങ്ങിയത്. അതെന്നെ കെട്ടിപ്പിടിച്ച്. കൊള്ളാലോടി തീ കുട്ടി നീ. എന്നിട്ടാണോ ആദ്യം കാത്തുനും ചൊക്കിനെയും കൂടി കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? കെട്ടിപ്പിടിക്കണേന് കുഴപ്പമൊന്നുമില്ലല്ലേ? അത് പിന്നെ പ്രേതം വരും ഓർക്കുമ്പോഴേക്കും ആരാണെങ്കിലും അടുത്ത് കിടക്കണവരെ കെട്ടിപ്പിടിച്ച് പോകും നീതു മോളെ. ഓ, ഇവരെല്ലാം അറിഞ്ഞോ? ഓ നാശങ്ങള്. ഇനിയിപ്പോ എന്താ ചെയ്യാ ടീ കുട്ടി? ഇവളെ ഒന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട. വാ നമുക്ക് സ്ലൈഡിൽ കയറി കളിക്കാം. ചേച്ചി നമുക്ക് സ്ലൈഡിൽ കയറാം. എനിക്ക് ഡക്കി കയറാൻ കൊതിയായി. ശരി കുണിക്കുമോളെ, ഇവരെ നോക്കിയിരുന്നാലേ നമ്മുടെ ടൂർ എൻജോയ് ചെയ്യാൻ പറ്റില്ല. നീ ആ ഡക്ക് എടുത്തോ, ഞങ്ങളിത് ഈ ബാക്കിയുള്ള ട്യൂബ് എടുക്കാം. എന്നിട്ട് നമുക്ക് സ്ലൈഡിൽ കൂടി ഇറങ്ങി വെള്ളത്തിൽ കളിക്കാട്ടോ. പിങ്കി അങ്ങനെ വിട്ടു കൊടുക്കരുത്. നീ ഓടിപ്പോയ ആ ഡക്ക് എടുക്ക്. വാ പിങ്കി, നല്ല അടിപൊളി ഡക്ക്. നമുക്ക് കയറാം സ്ലൈഡില്. എടി പിങ്കി, നീ എന്ത് പണിയാ കാണിച്ചേ? ഞങ്ങൾ ആ ഡക്ക് എടുക്കാൻ വന്നപ്പോഴേക്കും തട്ടിപ്പറിച്ചോണ്ട് ഓടുന്നോ? ആര് തട്ടിപ്പറിച്ചു? ഇത് പാർക്കിലെ ഡക്ക, ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഇത്രയും നേരം നിങ്ങളുടെ ഫ്രണ്ടിലുണ്ടായിരുന്നല്ലോ. നിങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു, ഞങ്ങളെ കളിയാക്കിക്കൊണ്ടിരുന്നു. ഒരു AC പ്രേതോന്നും പറഞ്ഞ്. എന്നിട്ട് ഞങ്ങൾ കളിക്കാൻ എടുത്തപ്പോഴേക്കും തല്ലു പിടിക്കാൻ വരുന്നോ? കുടിക്കുമ്പോൾക്ക് ഡക്ക് വേണം. അയാൾക്ക് തന്നെത്തിയ കുട്ടി. അയ്യടി മോളെ, നീ പറയുമ്പോ തരാനേ. പാർക്ക് നിന്റെ വകയൊന്നുമല്ലല്ലോ. ഞാനും നിന്നെ പോലെ തന്നെ കാശ് കൊടുത്തിട്ട് ടൂർ വന്നതാ. എനിക്കിഷ്ടമുള്ളത് ഞാൻ കളിക്കും, കേട്ടല്ലോ. ഇനി തന്നിട്ടീയ കുട്ടി പോലും. വാ പിങ്കി, നമുക്ക് കയറാം. ചേച്ചി കണ്ടേ, അവർ തല്ലു പിടിക്കാൻ തന്നെ വന്നേക്കോ കുണിക്ക്. നീ അത് മൈൻഡ് ചെയ്യണ്ട. നമുക്കിതേ ബാക്കി ട്യൂബ് ഉണ്ടല്ലോ, അതിൽ കയറാം. ഓ, ഡക്കിന്റെ ട്യൂബിൽ പോലും അവള് കേറുള്ളു. ഹായ്, നല്ല അടിപൊളി റൈഡല്ലേ. നല്ല രസം ഇങ്ങനെ ഒഴുകി നടക്കാൻ. വാ കുണിക്ക് മോളെ, വാ ചേച്ചി, നമുക്ക് ബാക്കിയുള്ള ട്യൂബ് കൊണ്ട് നമുക്കും കയറാം. എന്താണ് നീതു മോളെ നീ കാണിച്ചേ? മനഃപൂർവ്വം വന്ന് ഞങ്ങളുടെ പുറകിൽ ഇടിച്ചിട്ട് ഞങ്ങൾ എന്ത് കാണിച്ചു എന്നോ? സ്ലൈഡ് ആദ്യം ഇറങ്ങിയെങ്കിലേ നീങ്ങി അങ്ങോട്ട് പോകണം. അല്ലാണ്ട് സ്ലൈഡ് ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ നിന്നാ ഞങ്ങൾക്ക് ഇറങ്ങണ്ടേ? ഇവര് മനഃപൂർവ്വം കാണിക്കുന്നതാ. ശരിയാ, ഇവര് കളിക്കണിട്ട് എനിക്ക് കൊതിയാകുന്നു. കാത്തും ചൊക്കയും കൂടി അതിൽ കയറിക്കോട്ടോ. ഞങ്ങൾ ഈ ട്യൂബ് കൊടുക്കാം. നീതുമോളെ, ഞങ്ങൾ പുറകെയുണ്ട്. കുറച്ച് മുന്നോട്ട് നീങ്ങിക്കോ. എങ്ങോട്ട് നീങ്ങണോന്ന് ഞങ്ങൾ തീരുമാനിക്കും, നീ പറയണ്ട. ആര് വന്നാലും ഞങ്ങൾ മാറില്ല. നിങ്ങൾ എന്താ മനഃപൂർവ്വം വന്ന് ഇടിക്കുന്നേ? ഞങ്ങളെങ്ങാനും മറിഞ്ഞു വീണെങ്കിൽ എന്ത് ചെയ്യും വെള്ളത്തിലോട്ട്? മറിഞ്ഞു വീഴാതിരിക്കാനല്ലേ നിങ്ങളോട് മാറാൻ പറയണ. എന്റെ പൊന്നു തീയക്കുട്ടി, ഇതിലെ കയറി ഇരുന്ന് തപസ് ചെയ്യാനുള്ള സാധനമല്ല, ഒഴുകി നടക്കാൻ വേണ്ടിട്ടാ. നീ അങ്ങനെ കുന്തം പോലെ അവിടെ തന്നെ നിന്നാൽ ഞങ്ങൾ വന്ന് ഇടിക്കും. നീ അങ്ങോട്ട് ഒഴുകി നടക്ക്. ഒഴുകി നടക്കണോ ഒഴുകാതെ നടക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എന്നെ വന്ന് ഇടിച്ചാലുണ്ടല്ലോ. എടി കാത്തു ചൊക്കെ, നിങ്ങൾ ഞങ്ങളെ മനഃപൂർവ്വം ഇടിക്കുകയാണോ? ഇവരോട് കൂട്ടുകൂടി അറിയാലോ എന്റെ സ്വഭാവം. ഞങ്ങള് മനഃപൂർവ്വം അല്ല ടീയക്കുട്ടി. വെള്ളം ഇങ്ങോട്ട് ഒഴുകിയപ്പോ ഞങ്ങൾ അറിയാതെ ഒന്ന് ഇടിച്ചതാ. ഇവര് പറഞ്ഞത് ശരിയാ. ടീയക്കുട്ടിയൊക്കെ ഇങ്ങനെ തന്നെ കിടന്ന് എല്ലാരും വന്ന് ഇടിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാലല്ലേ നമുക്ക് കളിക്കാൻ പറ്റൂ. അയ്യടാ, എന്നെ പഠിപ്പിക്കാൻ വന്നേക്കുന്നോ? അത് എന്റെ വീട്ടിലെ ജോലിക്കാരി. മിണ്ടി പോരുത് നീ. ഇടികൊള്ളാൻ വയ്യെങ്കിൽ നീ കയറിപ്പോടി, അതല്ലേ നല്ലത്. ആരൊക്കെ കയറിയാലും ഞാൻ കയറാൻ പോണില്ല. പിങ്കി, ഞാൻ പറയണ പോലെ നീ ചെയ്യണം. എന്താ ടീയക്കുട്ടി ഞാൻ ചെയ്യണ്ടേ? നമ്മൾ ഇടിച്ചവരെല്ലാം തിരിച്ചടിക്കണം. നീ നല്ല സ്പീഡിൽ അങ്ങോട്ടൊന്ത് പുറകോട്ടൊന്ത് ആ കുണിക്കിനെ നിത്യേനേം ഇടിച്ച് തെറിപ്പിക്ക്. വെള്ളത്തിൽ വീണ് ചാകട്ടെ രണ്ടും. ഈ ടീക്കുട്ടി എന്താ ഇങ്ങോട്ട് തന്നെ വരുന്നേ? ശരിയാണല്ലോ, ഒന്നും നോക്കണ്ട കുണിക്ക് മോളെ, അങ്ങനെ അടിച്ചോ. നീങ്ങടി ചെയ്തു മോളെ. അയ്യടാ, നീ ഇടിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അതാ ഞങ്ങൾ അങ്ങോട്ട് ഇടിപ്പിച്ചത്. നീ നീങ്ങ ആദ്യം. കാണിച്ചു തരാം നിങ്ങളെയൊക്കെ. നിങ്ങൾ കൊറേ നേരമായിട്ടോ. അയ്യോ, ഇതാകെ പ്രശ്നാണല്ലോ ചൊക്കെ. നമുക്ക് കളിച്ചത് മതി, നമുക്ക് കേറാം. വാ. ശരിയാ, ദേ കണ്ടോ, ആ ചൊക്കിയൊക്കെ വേഗം നീന്തി കരക്ക് കയറുന്നു. അവളൊക്കെ നമ്മളൊന്ന് ഇടിച്ചതല്ലേ, അവക്കിട്ടൊക്കെ ഒരു ഇടി കൊടുക്കണം. വേഗം വാടി പിങ്കി.
ഞാൻ റെഡി, ആഞ്ഞു തള്ളിക്കോ. അയ്യോ, അവരുടെ ട്യൂബ് മറിഞ്ഞല്ലോ. ഒരു പകുതി വെള്ളത്തില്. ഈ ടീയക്കുട്ടിക്ക് എന്തേ കാണിക്കുന്നേ? ഇടുന്ന ഇത് മോളെ, നീ അവരെ പിടിക്ക് പോയിട്ട്. ചേച്ചി, എന്റെ ഫ്രണ്ടില് ടീയക്കുട്ടിയല്ലേ, എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റണില്ല. എന്നെ വന്ന് ഇടിക്കുന്നല്ലോ അടി. ഇപ്പൊ എങ്ങനെയുണ്ട്? അയ്യോ, എന്താ എന്താ ഇവിടെ? അയ്യോ, ചൊക്കിയും കാത്തും വീണോ? ഇങ്ങോട്ട് വാ, ദേ എന്റെ കയ്യിലോട്ട് പിടിക്ക്, ഇങ്ങോട്ട് കേറ്. പേടിക്കണ്ട, നിങ്ങളുടെ മുട്ടുവരെ പോലും വെള്ളമില്ല, ഒട്ടും ആഴയില്ല, സേഫ് ആണ്. പിന്നെ ഉടുപ്പ് നനയുമല്ലോ എന്ന് ഓർത്താ ഞാൻ ഇങ്ങോട്ട് വേഗം കേറാൻ പറയുന്നത്. നിങ്ങൾ പേടിക്കണ്ട. എന്റെ പൊന്നു തീയക്കുട്ടി, എന്തായി കാണിക്കുന്നേ? അങ്ങനെ പതി ഇങ്ങ് കേറി വാ, ഇങ്ങ് വാ, എന്റെ കയ്യിലോട്ട് പിടിക്കേ. രണ്ടുപേരും ഇവിടെ ഇരിക്കേ. കരയില്ല കാത്തു, ചൊക്കി, ഒന്നും ഇല്ലല്ലോ, ഒന്നും പറ്റിയില്ലല്ലോ, സാരയില്ല, പോട്ടെ. സന്തോഷമായി, ഒത്തിരി സന്തോഷമായി. നിനക്കെന്താ? വെരി ബാഡ് തീയക്കുട്ടി, അത് ചെറിയ കുട്ടികളല്ലേ, നിനക്ക് എന്താ ഇങ്ങനെ ആയിപ്പോയത്? ആ, നിങ്ങൾ തല്ലുപിടിക്കാൻ തുടങ്ങിയോ? ദേ, ഇതൊരു എൻജോയ്മെന്റിന് വെച്ച ട്രിപ്പാണ്. ഇങ്ങനെ തല്ലുപിടിക്കാനാണെങ്കിൽ പിന്നെ ഞാൻ മേലെ കൊണ്ടുവരില്ല കേട്ടോ. മതി കളിച്ചത്, എല്ലാരും കേറ്. ആ കുട്ടികളെ തള്ളിയിട്ട് ഇവർക്ക് ഒരു പണിഷ്മെന്റും ഇല്ലേ മാളു ടീച്ചറെ? പണിഷ്മെന്റ് ഒക്കെ ഞാൻ കൊടുത്തോളാം, ആദ്യം എല്ലാരും കേറിക്കേ. പിന്നെ ഒരു പണിഷ്മെന്റ്? എനിക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. വേണ്ട കേട്ടോ കുണുക്ക, അതൊന്നും വേണ്ട. നിങ്ങൾ ഇങ്ങോട്ട് കേറാൻ എത്ര ആശയം ഞാൻ പറയുന്നു. ഇങ്ങോട്ട് കേറിക്കേ. ഇനി കേറാത്തവരൊന്നും ഞാൻ വീട്ടിൽ കൊണ്ടുപോകില്ലെന്ന് ഓർത്തോ. ശരി ടീച്ചർ, ഞങ്ങൾ കേറാം. തീയക്കുട്ടീനോട് ഇനി പ്രത്യേകം പറയണോ കേറാൻ? ഇങ്ങോട്ട് കേറിക്കേ. ഞങ്ങൾ കേറിക്കോളാം ടീച്ചറെ. നല്ല എൻജോയ്മെന്റ് ഇവിടെ ഇരിക്കാൻ. ഞങ്ങളൊന്ന് ആസ്വദിച്ച് വരുമായിരുന്നു. വേറെ കുട്ടികളെ തള്ളിയിട്ടാണല്ലോ നിങ്ങളുടെ എൻജോയ്മെന്റ്. ഇങ്ങോട്ട് കേറ്, മതി. എടി തീയക്കുട്ടി, നമുക്ക് ഇറങ്ങിയാലോ? ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കാടി. അയ്യോ, എന്താടി ഈ ഡക്ക് ചെറുതാകുന്നേ? അതെ അതെ, എനിക്കും തോന്നി ഇത് ചെറുതാകുന്നുണ്ട്. ഈ ഇവരുടെ ഡക്ക് ചെറുതാകുന്നുണ്ടല്ലോ. അതിന്റെ കാറ്റ് പോകുന്നെന്നാ തോന്നുന്നേ. അയ്യോ, കാറ്റോ? അയ്യോ അയ്യോ അയ്യോ, ആ ഡക്കിന്റെ കാറ്റ് മുഴുവൻ പോയി, അവര് വെള്ളത്തിലായി. അയ്യോ, രക്ഷിക്കണേ ടീച്ചറെ, രക്ഷിക്കണേ. എന്റെ പൊന്നു പിള്ളേരെ, രക്ഷിക്കാനായിട്ട് വെള്ളമൊന്നുമില്ല, മുട്ട് വരെയുള്ളെന്ന് ഞാൻ പറഞ്ഞില്ലേ. രണ്ടുപേരും ഇങ്ങോട്ട് കേറി വന്നേ, ഞാൻ കൈ പിടിക്കാം. ഇങ്ങോട്ട് കേറി വന്നേ. അല്ല ടീച്ചറെ, ഇതിന് ഒഴുക്കണ്ട, എനിക്ക് പേടിയാവുന്നു. അത് ഇവര് മെഷീൻ കൊണ്ട് അങ്ങനെ വേവ്സ് ഉണ്ടാക്കുന്നതാ. നിങ്ങൾ പേടിക്കണ്ട, ഇങ്ങനെ കേറി വാ. പേടിയാണെങ്കിൽ അവിടെ കിടക്കട്ടെ ടീച്ചറെ, അങ്ങനെ തന്നെ വേണം. പാവം ആ ചൊക്കിനെ ഒന്നി വെള്ളത്തിട്ടതല്ലേ. എടി, നമുക്ക് കേറണ്ടേ? എനിക്ക് പേടിയാവുന്നു. ആഹാ, നല്ല എൻജോയ്മെന്റ്. ഇതാണോ ടീ പറഞ്ഞ എൻജോയ്മെന്റ്? ദൈവമേ, എന്റെ ഉടുപ്പും കൂടി നനക്കാനായിട്ട് എന്റെ പിള്ളേരോ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് കേറി വരാൻ. ആടി, നമുക്ക് കേറാം. കേറി അവിടെ എത്തുമ്പോ അവര് കളിയാക്കുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. നമ്മളെല്ലാരും പ്രോത്സാഹിപ്പിച്ചാലേ അവര് കേറുള്ളൂ. അപ്പ് അപ്പ് ടീയക്കുട്ടി, അപ്പ് അപ്പ് ടീയക്കുട്ടി, ഒന്ന് നിർത്തുന്നുണ്ടോ? ഞങ്ങളിപ്പോ കേറി വരാം. നാശം.